ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കെംദാ കാലത്തെ 3-ാം ഞായറാഴ്ച സെബദിപുത്രനായ മാർ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ദിനം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഉത്ഥിതനായ യേശുവിനെ കണ്ടുമുട്ടിയതിൻ്റെ അനുസ്മരണ നിർവഹിക്കുന്ന ഈ ദിനം തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലയോപ്പാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസറേനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കിൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നെന്നും അറിയിച്ചു എന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. വചന വ്യാഖ്യാനത്തിലൂടെയും അപ്പം മുറിക്കലിലൂടെയും ഉത്ഥിതനായ യേശു സ്വയം വെളിപ്പെടുത്തുന്നു. ശിഷ്യർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട ഉത്ഥിതനായ യേശു അപ്പോസ്തോല വിശ്വാസം അവരിൽ സ്ഥിരീകരിക്കുന്നു. ഈ സുവിശേഷ ഭാഗം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷീകരണമാണ്.
ആ ദിവസം തന്നെ എന്നത് ഉയിർപ്പ് ദിവസത്തെ സൂചിപ്പിക്കുന്നു. ജെറുസലേമിൽ വസിക്കേണ്ടവർ ജെറുസലേമിൽ നിന്ന് 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. 60 സ്ഥാദിയോൺ എന്നത് ഏകദേശം 11 കിലോമീറ്റർ ദൂരം. ചില കയ്യെഴുത്ത് പ്രതികളിൽ 160 സ്ഥാദിയോൺ, അതായത് 18 മൈൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യ സമൂഹത്തിലെ 2 പേരാണ് ജെറുസലേം കൂട്ടായ്മ അനുഭവം ഉപേക്ഷിച്ച് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്നത്. രക്ഷാകര യാത്ര ജെറുസലേമിലേക്കാണ് നിർവഹിക്കേണ്ടത്. ജെറുസലേമിൽ നിന്ന് പോവുക എന്നത് ശിഷ്യത്വത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. നിരാശ ജീവിതത്തെ വിഴുങ്ങുമ്പോൾ പ്രതീക്ഷയുടെ ഇടം ഉപേക്ഷിക്കേണ്ടതായി വരും. ഉത്തിതനിലുള്ള സന്തോഷം നൈമിഷികമായത് വിശ്വാസ ജീവിതത്തിന് ആഴമില്ലാത്തത് കൊണ്ടാണ്. ഈ 2 പേർ ഉത്ഥാന വാർത്ത സ്ത്രീകൾ പറഞ്ഞ് അറിഞ്ഞവരും അവരെ വിശ്വസിക്കാത്തവരുമാണ്. നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം 15-ാം തിരുവചനം, സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ, 2 or 3 സാക്ഷികൾ മൊഴി വേണം. പേർഷ്യൻ രാജാവായ ദെമേത്രിയൂസ് ഒന്നാമൻ്റെ സുഹൃത്തും യൂഫ്രട്ടീസ് നദിയുടെ പടിഞ്ഞാറുള്ള ദേശത്തിൻ്റെ ഗവർണറുമായിരുന്ന ബക്കീദേസ് കോട്ട കെട്ടി ബലപ്പെടുത്തിയ ഗ്രാമങ്ങളിലൊന്നാണ് എമ്മാവൂസ്. 1 മക്കബായർ 9-ാം അധ്യായം 50-ാം തിരുവചനം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എമ്മാവൂസിൻ്റെ പ്രാധാന്യം അത് ജെറുസലേമിന് അടുത്താണ് എന്നതത്രേ. എമ്മാവൂസ് എന്ന ഈ യഹൂദ ഗ്രാമത്തിൻ്റെ സ്ഥാനം ഇന്നും കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല. ജെറുസലേമിൽ നിന്നും മാറി ഉത്തിതനെ അന്വേഷിക്കരുത്. ജെറുസലേം ഉത്തിതനെ അന്വേഷിക്കുന്നവർ ആയിരിക്കേണ്ട ഇടമാണ്. ഒരേ സമയം ജെറുസലേമിനുള്ളിലും അതേസമയം ജെറുസലേമിന് പുറത്തേക്കും യാത്ര ചെയ്യുന്നവരാണ് ഈ 2 ശിഷ്യർ. ഉയിർപ്പ് വാർത്ത കേട്ടവരിൽ ആദ്യം ജെറുസലേമിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഈ 2 ശിഷ്യർ. ഉത്ഥാന വിവരണങ്ങളിലെല്ലാം തന്നെ ഉത്ഥിതനായ യേശുവിനെ പ്രഥമ ദർശനത്തിൽ ആരും തിരിച്ചറിയുന്നില്ല. യാത്രയിൽ അവർ പരസ്പരം സംസാരിക്കുന്നത് നസറേയനായ യേശുവിനെക്കുറിച്ചും ആ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുമാണ്. ജെറുസലേം സംഭവം പരസ്പരം സംസാരിച്ചും തർക്കിച്ചും അന്വേഷിച്ചും യാത്ര ചെയ്യുന്ന 2 ശിഷ്യർ. സ്യൂട്ട്സെറ്റയോ എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം അന്വേഷിച്ചു എന്നാണ്. ജെറുസലേമിൽ നടന്ന സംഭവങ്ങൾ നസറേയനായ യേശുവിനെക്കുറിച്ച് നമ്മുടെ ഇടയിൽ നിറവേറിയവയാണ്. ഇവിടെ വഴിയാത്രയിലെ സംസാരത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും വിഷയം നസറേയനായ യേശുവാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്ര ജെറുസലേമിൽ നിന്ന് ജെറുസലേമിലേക്ക് തുടരുന്നതാണ്. നസറേയനായ യേശു പരസ്പര സംസാരത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും വിഷയമാവണം. ഉത്ഥിതനെ അന്വേഷിക്കുന്നവർ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യണം. ദൈവാലയം സ്വർഗീയ ജെറുസലേമാണ്. ജീവിതയാത്രയിൽ നമ്മുടെ സംസാരത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും വിഷയം യേശുവും അവൻ്റെ പീഡാസഹനവുമാണെങ്കിൽ ഉത്ഥിതനായ യേശു ജീവിതത്തിലുടനീളം നമ്മെ അനുയാത്ര ചെയ്യും. അനുയാത്ര ചെയ്യുന്ന ഉത്ഥിതനായ യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണുകൾ മൂടപ്പെട്ട അവസ്ഥ ശിഷ്യത്വത്തിൻ്റെ പരാജയമാണ്. കുരുടർക്ക് കാഴ്ച നൽകിയ യേശു, ഉത്ഥാനത്തിൻ്റെ പ്രഭ വിതറുന്ന യേശുവിനെ കാണാൻ തക്കവിധം ദൈവവചനത്തിലൂടെ ശിഷ്യരുടെ കണ്ണ് തുറക്കുന്നു. ജീവിതത്തിൻ്റെ കടുത്ത നിരാശയിലും ജെറുസലേം ഉപേക്ഷിക്കേണ്ടി വരുമ്പോഴും അനുയാത്ര ചെയ്യുന്ന യേശുവിനെ തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലും ഉത്ഥിതനായ യേശുവിനെ ശ്രവിക്കാനുള്ള ജീവിത നിശബ്ദത കാത്തു സൂക്ഷിക്കണം.
ബഹളങ്ങൾക്കും ആരവങ്ങൾക്കും കഠിന അലച്ചിലുകൾക്കും ലൗകിക നേട്ടങ്ങൾക്കുമായുള്ള നെട്ടോട്ടങ്ങൾക്കുമിടയിലാണ് യേശുവിനെ നഷ്ടപ്പെടുന്നത്, ശിഷ്യത്വം പരാജയപ്പെടുന്നത്. മ്ലാനവദനരായി വഴിയിൽ നിന്ന് യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്ന ശിഷ്യർ ദുഃഖവും നിരാശയും നിറഞ്ഞവരും യേശുവിൻ്റെ സ്വരം തിരിച്ചറിയാത്ത വിധം അപരിചിതത്വത്തിൽ അകപ്പെട്ടവരുമാണ്. യേശുവിനെ തിരിച്ചറിയുന്നതിനും യേശു സ്വരം കേൾക്കുന്നതിനും ആന്തരിക നിശബ്ദത അനിവാര്യമാണ്. ദൈവവചന പഠനവും ധ്യാനവും നിശബ്ദതയും യേശു അന്വേഷണവും സഹവാസവുമാണ്. ക്ലെയോപ്പാസ് പെരുന്നാൾ കൂടാൻ ജെറുസലേമിലേക്ക് വന്ന ഒരു അപരിചിതനാണ്. യേശു ഉത്ഥാനം ചെയ്തു എന്ന വാർത്ത സ്ത്രീകളിൽ നിന്നും നേരിട്ട് കേട്ട മറ്റെല്ലാവരുടെയും, ലൂക്കാ 24:9, മറ്റെല്ലാവരുടെയും പ്രതിനിധിയാണ് ക്ലെയോപ്പാസ്. 12 പേരിൽപ്പെടാത്ത യേശുവിൻ്റെ വിശാല ശിഷ്യഗണത്തിലെ ഒരംഗമാണ്. വിശാല ശിഷ്യഗണത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ പേര് പറയപ്പെട്ടിട്ടുള്ള ഒരാൾ ക്ലെയോപ്പാസാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 പറയുന്ന ക്ലോപ്പാസ് യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫിൻ്റെ സഹോദരനും പിന്നീട് ജെറുസലേമിലെ 2ാമത്തെ മെത്രാനുമായ ശിമയോനാണ്. ഈ ക്ലെയോപ്പാസ് എന്ന് യൗസേബിയൂസിൻ്റെ സഭാചരിത്രം രേഖപ്പെടുത്തുന്നു. ജെറുസലേമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന് യേശുവിനോട് ചോദിക്കുന്നത് ഈ ക്ലെയോപ്പാസാണ്. കാരണം ജെറുസലേം സംഭവം ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിരുന്നു. യേശു ഈ 2 ശിഷ്യന്മാരോടായി ചോദിച്ചു, ഏത് കാര്യങ്ങൾ? 2 ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു. ഏതാണ്ട് 8 കാര്യങ്ങൾ അവർ പറഞ്ഞു. 1, നസറേനായ യേശുവിനെ കുറിച്ച് ദൈവത്തിൻ്റെയും ജനം മുഴുവൻ്റെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്ന പ്രവാചകനെക്കുറിച്ച്. 2, ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും ഭരണാധിപന്മാരും മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിച്ചവനെക്കുറിച്ച്. 3, ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചവനെക്കുറിച്ച്. 4, ഇവ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. 5, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഇന്ന് രാവിലെ കല്ലറയിങ്കിൽ പോയി ഞങ്ങളെ വിസ്മയിപ്പിച്ചു. 6, യേശുവിൻ്റെ ശരീരം അവർ കല്ലറയിൽ കണ്ടില്ല. 7, കല്ലറയിങ്കിലേക്ക് പോയ സ്ത്രീകൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായി എന്നും യേശു ജീവിച്ചിരിക്കുന്നെന്ന് അറിയിച്ചെന്നും പറഞ്ഞു. 8, ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ യേശുവിനെ അവർ കണ്ടില്ല. ഇവ കാര്യങ്ങളാണ് ഏത് കാര്യങ്ങൾ എന്നതിന് മറുപടിയായി ഈ 2 ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്. നസറേനായ യേശു എന്ന പ്രയോഗം ഒരു ചരിത്ര പുരുഷനെ സൂചിപ്പിക്കുന്നതും സാമാന്യ ജനത്തിൻ്റെ ധാരണയുമാണ്. വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ എന്നത് യുഗാന്ത പ്രവാചകനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ ധാരണയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 19-ാം തിരുവചനങ്ങൾ, അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ശക്തനായ പ്രവാചകനായിരുന്നു. ശക്തനായ ഡ്യൂനാറ്റോസ് എന്ന ഗ്രീക്ക് പ്രയോഗം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും പിശാചിനെ പരാജയപ്പെടുത്താനുമുള്ള ശക്തി യേശുവിലുണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 39-ാം തിരുവചനം, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ, മോശയെപ്പോലെ ഉയർത്തപ്പെട്ട പ്രവാചകനായ യേശു എന്ന ധാരണ. നിയമാവർത്തനം 34:11,
അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 22-ാം തിരുവചനം, വാക്കിലും പ്രവൃത്തിയിലും കരുത്തനായിരുന്ന ശക്തനായിരുന്ന മോശ എന്ന ധാരണ. നിയമാവർത്തനം 34-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപാകെ മോശയെപ്പോലെ എന്ന ധാരണ. ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 29 മുതൽ 35 വരെയും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 23-ാം തിരുവചനവും. വിജ്ഞാനമുള്ള ഒരു പ്രവാചകനെ തങ്ങൾ യേശുവിൽ ശ്രവിച്ചെന്ന സൂചനയും ക്ലയോപ്പാസിൻ്റെ വാക്കുകളിലുണ്ട്. തങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും ഭരണാധിപന്മാരും യേശുവിനെ ക്രൂശിച്ചു എന്നതിൽ യേശുവിൻ്റെ പ്രവചന പൂർത്തീകരണവും അധികാരികളും ജനവും തമ്മിലുള്ള ഭിന്നതയും പ്രതിഫലിക്കുന്നു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ എന്ന പ്രതീക്ഷ രാഷ്ട്രീയ വിമോചനമാണ് ക്ലയോപ്പാസ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 68 മുതൽ 79 വരെയുള്ള തിരുവചനങ്ങൾ, ദൈവം വാഗ്ദാനം ചെയ്ത ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് യേശുവിലാണെന്ന സക്രിയ സംഭവം ക്ലയോപ്പാസ് വിസ്മരിച്ചു. ലൂക്കാ 2:25 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ, ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന വൃത്തനായ ശിമയോൻ എന്ന പുരോഹിതൻ്റെയും അന്നയുടെയും വാക്കുകൾ ക്ലയോപ്പാസ് വിസ്മരിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 23-ാം തിരുവചനം, ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിനായി ഉയർത്തിയ രക്ഷയാണ് യേശു എന്ന് ക്ലയോപ്പാസ് തിരിച്ചറിഞ്ഞില്ല. ഉത്ഥിതനെ കണ്ട സ്ത്രീകളുടെ സാക്ഷ്യവും കൂടെയുണ്ടായിരുന്നവർ കണ്ട ശൂന്യമായ കല്ലറയുടെ സാക്ഷ്യവും വിശ്വസിക്കാതെ യാത്ര തുടരുന്നവരാണ് ക്ലയോപ്പാസും കൂട്ടരും. ഉയർപ്പ് സംഭവങ്ങൾ നൽകിയ പ്രകൃതിദത്തമായ സാക്ഷ്യത്തെ പരിഹസിക്കുന്ന ക്ലയോപ്പാസ് പറഞ്ഞു, ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഉത്ഥാന സംഭവങ്ങളിൽ വിശ്വാസമോ സ്വർഗീയ രഹസ്യങ്ങളുടെ അർത്ഥമോ അറിയാത്ത ക്ലയോപ്പാസ് 3-ാം ദിവസം എന്ന പീഡാനുഭവ പ്രവചനങ്ങളെ പരിഹാസരൂപേണയാണ് കാണുന്നത്. ഉത്ഥാന രഹസ്യങ്ങളിൽ ഇനിയും വിശ്വാസമർപ്പിക്കാത്ത ഈ 2 ശിഷ്യന്മാരെ ഉത്ഥിതനായ യേശു അഭിസംബോധന ചെയ്യുന്നത് ഫോഷന്മാർ എന്നാണ്. ഫോഷന്മാർ എന്നതിൻ്റെ ഗ്രീക്ക് പദം അനേറ്റോസ് എന്നാണ്. ഇതിനർത്ഥം ബോധവും മനസ്സും ഇല്ലാത്തവർ എന്നാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 25-26 തിരുവചനങ്ങൾ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവർ. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായം 27 പറയുന്ന പ്രകാരം ഹൃദയം കഠിനമാക്കിയവരല്ല ഈ 2 ശിഷ്യന്മാർ. ഹൃദയം കഠിനമാക്കിയവർ സ്വർഗീയ രഹസ്യങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും യേശു സൗഖ്യം ഏറ്റുവാങ്ങുകയും ചെയ്യുക അസാധ്യമാണ്. ഹൃദയം ബുദ്ധിയുടെയും മനസ്സിൻ്റെയും കേന്ദ്രമാണ്. ആയതിനാൽ ഹൃദയം മന്ദീഭവിച്ചവരെ അവരുടെ പങ്കാളിത്തത്തോടെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവരാനാവും. ഹൃദയം മന്ദീഭവിച്ച ഇവർ ദൈവവചന പഠനത്തിൽ വിമുഖരായിരുന്നു. യേശുവിൻ്റെ ഉയിർപ്പിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും രഹസ്യമറിയാനും വിശ്വസിക്കാനും ധാരാളം ദൈവവചനങ്ങളും പ്രവചനങ്ങളും വിശുദ്ധ ലിഖിതങ്ങൾ നൽകുന്നുണ്ട്. ഈ ദൈവവചന ബന്ധമില്ലാത്തവർ ഹൃദയം മന്ദീഭവിച്ചവരാണ്. മന്ദീഭവിച്ച ശിക്ഷഹൃദയങ്ങൾ യേശു ഉജ്ജ്വലിപ്പിച്ചത് മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ യേശുവിനെ പറ്റി എഴുതിയിരുന്നവ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 14-ാം തിരുവചനം, ദൈവവചനം കേൾക്കുന്നവരുടെ ഹൃദയം കർത്താവ് തുറക്കുന്നു,
ഹൃദയം മന്ദീഭവിച്ച അവസ്ഥ ഗുരുതരമായ ഹൃദയ കാഠിന്യത്തിലേക്ക് നയിക്കുന്ന വിപത്താണ്. കഠിന ഹൃദയം കൊട്ടി അടയ്ക്കപ്പെട്ട ഹൃദയമാണ്. മന്ദീഭവിച്ച ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കാനുള്ള എളുപ്പവഴിയാണ് ദൈവവചന പഠനവും ധ്യാനവും. ശരിയായ ദൈവവചന വ്യാഖ്യാനവും പഠിപ്പിക്കലും ധ്യാനവും നിർവഹിക്കുന്നത് ഉത്തിതനായ യേശു തന്നെയാണ്. പ്രസംഗകർ യേശു കരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രം. ദൈവവചന ശ്രവണവും പഠനവും മനനവും ക്ലെയോപ്പാസിൻ്റെയും സഹയാത്രികനായ ശിഷ്യൻ്റെയും ഹൃദയം ജ്വലിപ്പിച്ചു. ദൈവവചനം ഹൃദയം ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവവചനത്താൽ ഹൃദയം ജ്വലിക്കുന്നവർക്ക് മാത്രമേ തങ്ങളോട് കൂടെ താമസിക്കാൻ യേശുവിനെ നിർബന്ധിക്കാനാവുകയുള്ളൂ. ജീവിതയാത്രയിൽ കൂടെ താമസിക്കാൻ യേശുവിനെ നിർബന്ധിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ ഉജ്ജ്വലനം സാധ്യമാകുന്നത് ദൈവവചന പഠനത്തിലൂടെയാണ്. അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉജ്ജ്വലനം സാധ്യമാക്കുന്നത് ദൈവവചന പഠനമാണ്. ദൈവവചനം നിരന്തരം പഠിക്കുന്നത് സ്വയം ഏൽപ്പിച്ചു കൊടുക്കാത്ത, ദൈവവചനം നിരന്തരം പഠിക്കുന്നതിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കാത്ത മനുഷ്യഹൃദയം ക്രമേണ മന്ദീഭവിക്കുകയും ഹൃദയം കഠിനരാവുകയും ചെയ്യും. ഇത്തരക്കാർ ഇത് മനസ്സിലാക്കാത്ത ഭോഷന്മാരാണ്. കഠിന ഹൃദയർക്ക് യേശുവിലേക്കുള്ള തിരിച്ചുവരവ് ദുഷ്കരമാണ്. ഓരോ സന്ധിയും ജീവിത സായാഹ്നത്തെക്കുറിച്ചുള്ള ഓർമ്മ പകരുന്നു. ഹൃദയം ജ്വലിച്ച ശിഷ്യർ പ്രാർത്ഥിച്ചു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. ഹൃദയം ജ്വലിച്ചവർ ആത്മീയ ഉണർവുള്ളവരാണ്. വിശ്വാസത്തിൻ്റെ കൈവിളക്ക് പ്രകാശിക്കുന്നവരാണ്. യേശു അകത്ത് പ്രവേശിച്ച് അവരോടൊപ്പം വസിക്കും. ദൈവവചന പഠനം നൽകുന്ന പാപബോധവും പശ്ചാത്താപവും പ്രായശ്ചിത്തത്തിലേക്കും പാപമോചനത്തിലേക്കും ജീവിത വിശുദ്ധിയിലേക്കുമുള്ള ഹൃദയജ്വലനവും ആത്മീയ ഉണർവും സാധ്യമാക്കും. അകത്ത് പ്രവേശിച്ച് കൂടെ താമസിക്കുന്ന യേശു ഒരുക്കുന്ന ദൈവരാജ്യത്തിലെ വിരുന്നാണ് വിശുദ്ധ കുർബാന. അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ലൂക്കായുടെ സുവിശേഷം 24:30 എന്ന ഈ വിവരണം അന്ത്യത്താഴത്തിലെ വിശുദ്ധ കുർബാന സ്ഥാപനത്തെ അനുസ്മരിപ്പിക്കുന്ന വിവരണമാണ്. യേശു കരങ്ങളിലെടുത്ത് ആശീർവദിച്ച് മുറിച്ച് നൽകിയ അപ്പം തൻ്റെ ശരീരരക്തങ്ങളാണ്, വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയുടെ സ്വീകരണം ആത്മീയ കണ്ണുകൾ തുറക്കുന്നു. ഉത്തിതനായ യേശുവിനെ തിരിച്ചറിയാനുള്ള കൃപ നൽകുന്നു. യേശുവിൽ പൂർണ്ണമായ രക്ഷാകര രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കൃപാവരം നൽകുന്നു. ഹൃദയജ്വലനവും ഹൃദയ രൂപാന്തരീകരണവും അനുഭവേദ്യമാക്കുന്നു. വിശുദ്ധ കുർബാന ജെറുസലേം വാസത്തിനുള്ളതാണ്. ഹൃദയം ജ്വലിച്ച് കണ്ണു തുറക്കപ്പെട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞ, തങ്ങളോട് സംസാരിക്കുന്നവനെ മനസ്സിലാക്കിയ ശിഷ്യർ ജെറുസലേമിലേക്ക് തിരികെ പോയി. എമ്മാവൂസ് സംഭവം വിശുദ്ധ കുർബാനയുടെ ഘടനയാണ്. വചനം മുറിക്കലും അപ്പം മുറിക്കലും ഇവിടെ നമുക്ക് കാണാം. കുർബാനയുടെ ഒരുക്കമായിട്ടുള്ള പ്രഭാത പ്രാർത്ഥനയും യാമപ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും, വചനം മുറിക്കൽ ശുശ്രൂഷ, പഴയ നിയമങ്ങൾ, പുതിയ നിയമം, ലേഖനം, സുവിശേഷം എന്നിവയുടെ എല്ലാം വായനയും വ്യാഖ്യാനവും, സ്വയം ജ്വലിക്കുന്ന അല്ലെങ്കിൽ ഹൃദയം ജ്വലിക്കുന്ന വചനപ്രഘോഷണവും, ഉത്തിത ദർശനം നൽകുന്ന അപ്പം മുറിക്കലും സഭാജീവിതത്തിൻ്റെ ആരാധനക്രമ സവിശേഷതയാണ്. യഹൂദ ഭക്ഷണക്രമത്തിൻ്റെ തുടക്കം കുറിച്ചിരുന്ന അപ്പം മുറിക്കൽ എന്ന ആചാരം യേശു തൻ്റെ ഓർമ്മയ്ക്കായുള്ള പരിശുദ്ധ കുർബാനയായി ഉയർത്തി.
ജഡപ്രകാരം ആദത്തിൻ്റെ പുത്രൻ യേശു അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ പറുദീസായിൽ നഷ്ടമായ തിരിച്ചറിവ് തിരികെ കിട്ടി. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത ഉത്തിതനായ യേശുവിനെ തിരിച്ചറിയാൻ തക്കവണ്ണം കണ്ണ് തുറക്കപ്പെട്ടു. ദൈവരാജ്യത്തിൽ അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല, ലൂക്കാ 22:18 എന്ന യേശു അന്ത്യത്താഴത്തിൽ പറഞ്ഞ വാക്കുകൾ വിശുദ്ധ കുർബാനയിൽ പൂർത്തിയായി. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് യേശു അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. അവരുടെ ശാരീരിക കണ്ണുകൾക്ക് യേശു അദൃശ്യനായി എങ്കിലും ആന്തരിക കണ്ണുകൾക്ക് മുൻപിൽ യേശു എപ്പോഴും ഉണ്ടായിരുന്നു. ക്രിസ്താനുഭവം പരസ്പരം പങ്കുവെച്ചപ്പോൾ അവരുടെ ഹൃദയം വീണ്ടും ജ്വലിച്ചു. ജെറുസലേം ശിഷ്യ സമൂഹത്തോടായി ക്രിസ്താനുഭവം പങ്കുവയ്ക്കുന്ന 2 ശിഷ്യന്മാർ. ജെറുസലേമിലേക്കുള്ള തിരിച്ചുപോക്ക് കൂട്ടായ്മയുടെ അനുഭവം സാധ്യമാക്കുന്ന ക്രിസ്താനുഭവ പങ്കുവയ്ക്കലിൻ്റെയും സാക്ഷ്യത്തിൻ്റെതുമാണ്. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നും ശിമയോന് പ്രത്യക്ഷപ്പെട്ടുവെന്നും പ്രസംഗിക്കുന്ന കൂട്ടായ്മയാണ് ജെറുസലേം സഭ. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നത് വിശ്വാസ പ്രഖ്യാപനമാണ്. അപ്പം മുറിക്കൽ ശിഷ്യ സംഘത്തിൻ്റെ ആരാധനാനുഷ്ഠാനമാണ്. ക്രിസ്തീയ വിശ്വാസ ജീവിതം വചനം മുറിക്കലും അപ്പം മുറിക്കലും ചേർന്ന തിരുസഭ ആരാധനാ ജീവിതമാണ്. ഇടിനാദത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിച്ചിരുന്ന സെബദി പുത്രന്മാരിൽ വലിയ യാക്കോബിൻ്റെ തിരുനാളാണ് ഇന്ന്. അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി വലിയ യാക്കോബായിരുന്നു. സെബദി പുത്രനായ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ മധ്യസ്ഥത നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് കോട്ടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.